ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയയുടെ മരണം ലോകത്തെ ഞെട്ടിച്ച സംഭവമാണ്. കൊലപാതകത്തിന് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷം തീവ്രമായി. ഇറാനിൽ വെച്ചാണ് അതീവ സുരക്ഷാ മേഖലയിൽ കടന്നുകയറി ഹനിയയെ വധിച്ചത്. ഇസ്രായേലാണ് വധത്തിന് പിന്നിലെന്ന് വ്യക്തം. എന്നാൽ സംഭവത്തിൽ ഇസ്രായേൽ നിശബ്ദത പാലിക്കുകയാണ്. സംഭവത്തിന് പിന്നാലെ ഇസ്രായേലിന് ഉചിതമായ മറുപടി നൽകുമെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഹനിയയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് മാധ്യമങ്ങളിൽ നിറയുന്നത്. എന്തുകൊണ്ട് ഹനിയയുടെ മൃതദേഹം ഇറാനിൽ സംസ്കരിക്കാൻ അനുവദിച്ചില്ല? ഇതാണിപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഖത്തറിലാണ് ഹനിയയുടെ സംസ്കാരം നടത്തിയത്. ഒരു ഘട്ടത്തിൽ ഹനിയയുടെ മൃതദേഹം ഏറ്റെടുക്കാൻ ഖത്തറും വിമുഖത കാട്ടിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ദോഹയിലെ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പള്ളിയിൽ മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ലുസൈലിലായിരുന്നു ഖബറടക്കം നടത്തിയത്. 2017 മുതൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ദോഹയിൽ തന്നെയായിരുന്നു ഹനിയയുടെ പ്രവർത്തന കേന്ദ്രം. എങ്കിലും ഹനിയയെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഇറാൻ ബോധപൂർവമാണ് സംസ്കാരം ഖത്തറിന് വിട്ടുകൊടുത്തതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കാരണം അമേരിക്കയുടെ ലിസ്റ്റിൽ തീവ്രവാദ സംഘത്തിൽപ്പെട്ടവരാണ് ഹമാസുകാർ. അങ്ങനൊരു തീവ്രവാദി സംഘത്തിന്റെ തലവന്റെ മൃതദേഹം ഇറാനിൽ സംസ്കരിച്ചാൽ അതിൻ്റെ നൂലാമാലകൾ തങ്ങൾക്ക് തലവേദനയായി മാറുമെന്ന് ഇറാൻ ഭയപ്പെടുന്നുണ്ട്. മാത്രമല്ല ഹമാസ്, ഹൂതികൾ, ഹിസ്ബുള്ള പോലെയുള്ള സായുധ ഗ്രൂപ്പുകൾക്ക് മുൻപിൽ നോക്കാനില്ല. ഇറാൻ അങ്ങനെയല്ല. ലോക നിയമങ്ങൾ പാലിക്കേണ്ട ഒരു രാജ്യമാണ്. മറ്റു ലോകരാഷ്ട്രങ്ങളുമായി ബന്ധവും ഇറാന് വേണം. ഇതെല്ലാമാണ് ഇറാനെ പിന്നോട്ട് വലിക്കുന്നതെന്നും വ്യക്തമാണ്. ആണവശക്തിയാണ് ഇറാൻ. ഇറാനിൽ ആണവ റിയാക്ടറുകളുമുണ്ട്. ആണവ റിയാക്ടറുകൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ അത് സർവനാശത്തിലേക്കാകും നയിക്കുക. മാത്രമല്ല തീവ്ര നിലപാടുകളിൽ നിന്ന് ഇറാൻ മാറിക്കൊണ്ടിരിക്കുന്നു. ഇറാന്റെ ഭരണമാറ്റം പോലും അതിൻ്റെ സൂചനയാണ്. സ്വാഭാവികമായും തീവ്ര നിലപാടുകളുമായി ഇനി ഇറാന് മുന്നോട്ട് പോകാനാവില്ല. ഹനിയയുടെ മൃതദേഹം ഇറാനിൽ സംസ്കരിക്കുകയാണെങ്കിൽ അമേരിക്കയുമായി നേരിട്ടൊരു എതിർപ്പിന് കാരണമാകുമെന്നും അത് ഭാവിയിൽ ഇറാന് തിരിച്ചടിയാകുമെന്നും കരുതിയാണ് ഹനിയയുടെ മൃതദേഹം ഇറാനിൽ സംസ്കരിക്കാൻ തയ്യാറാകാതിരുന്നതെന്നുമാണ് ഒരു വാദം. അതിനിടെ ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ഇറാനൊപ്പം റഷ്യയും ചേരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിക്കുന്നതിനിടെ ആയുധങ്ങളുമായി റഷ്യൻ വിമാനം ഇറാനിലേക്ക് പുറപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയോ ഇറാനോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അമേരിക്ക പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സേനാവിന്യാസം ശക്തമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ സഖ്യരാജ്യമായ ഇസ്രായേലിനെ ആക്രമിച്ചാൽ പ്രതിരോധിക്കാനാണ് അമേരിക്കയുടെ നീക്കം. അതിനിടെ ഹനിയയുടെ കൊലപാതകത്തിൽ ഇറാൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഇറാനിലെ മുതിർന്ന ഇന്റലിജൻസ് ഓഫീസർമാർ, സൈനിക ഓഫീസർമാർ, ടെഹ്റാനിലെ സൈനികരുടെ നിയന്ത്രണത്തിലുള്ള ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാർ ഉൾപ്പെടെ 12ലധികം പേരെ അറസ്റ്റ് ചെയ്തതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ജൂലൈ 31 ഹനിയ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതായി ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് ഇറാന്റെ നടപടി. ഹനിയയുടെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്ന ആവശ്യമാണ് ഇറാനിൽ ഉയരുന്നത്. ഹനിയയുടെ കൊലപാതകത്തിൽ ഇറാനിലെ ജൂതന്മാരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഹനിയയെ കൊലപ്പെടുത്തിയതിന് ഇസ്രായേലിന് ഉചിതമായ മറുപടി നൽകണമെന്നും ജൂതന്മാർ പ്രസ്താവനയിൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളും മറ്റ് ലോകരാജ്യങ്ങളും ഇസ്രായേലിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധമുയർത്തുമ്പോഴും ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. സിറിയയിലെ ഡമാസ്കസ് ബെയ്റൂത്ത് പാതയിൽ വാഹനത്തിന് നേരെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടും പുറത്തുവന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ഗാസയിൽ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ ഹനിയയുടെ 3 ആൺമക്കളും 4 പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തിന് ശേഷം സംഘടനയുടെ നേതാക്കളെ വകവരുത്തുമെന്ന് ഇസ്രായേൽ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനമാണ് അവരിപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. ഹമാസിന്റെ സൈനിക മേധാവി മുഹമ്മദ് ദായിഫിനെ വധിച്ചതായും ഇസ്രായേൽ സേന ഇപ്പോൾ അവകാശപ്പെട്ടിട്ടുണ്ട്. ഇത് മേഖലയിൽ ഭീതിജനകമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.